Good afternoon. Good afternoon. Good afternoon, ma'am. Okay, we can start. Who is going to do prayer? മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രയർ എഴുതണം റെക്കോർഡ് ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ മലയാളത്തിലുള്ളത് ചെല്ലാം. ദൈവമെന്ന ശക്തിയെ മനസ്സിൽ കുടിയിരുത്തുക, നന്മ എന്ന വിത്തിനെ മനസ്സിൽ മുളപ്പിക്കുക, മാനവ മൈത്രി എന്നു മൂട്ടിയുറപ്പിക്കുക, ലോക ജനതയ്ക്കുമേൽ പ്രകാശം പരത്തിയിടുക. വെരി നൈസ്. ഓൺ ക്രിയേഷൻ അല്ലേ? ഏതെങ്കിലും നെക്സ്റ്റ് സെഷൻസ് ഇതിന്റെ ഇംഗ്ലീഷും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? ബ്രേക്ക് ആവും. ഈ പ്രേയർ ചൊല്ലിയത് ആരായിരുന്നു? പേരെന്താ? പ്രൊഫൈൽ നെയിം കണ്ടിട്ട് അതാന്ന് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചു. Okay. So what's next? I told you to prepare for thought for the day and signing. You can sign in any style. Your unique style. ഞാനാണ് മാം ശ്രുതി. ഏതാണ്? ശ്രുതി അല്ല, ഏത്? Okay. Education is simply the soul of a society as it is passes from one generation to another. By Kamarajar. Who is he? That's Chief Minister of Tamil Nadu. Oh. അല്ല, ആദ്യത്തെ CM ആയിരുന്നു. അത് ചെറിയ ഞാൻ വിചാരിച്ചു നീ ഏതെങ്കിലും ഇങ്ങനെ ലിറ്ററേച്ചർ റിലേറ്റഡ് ആരെങ്കിലും ആണ്. അപ്പൊ ഞാൻ ഈ പേര് കുറച്ചിരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല, അത് ചോദിക്കായിരുന്നു. ഓക്കെ, ഇൻഫോർമേറ്റീവ്, താങ്ക് യു. ഓക്കെ, ഇനി സൈൻ ഇൻ ആരാ? You can, two people can do sign in, and after the class, 2 people can do sign out. Sign in, Miss Malavika. Good morning, all. Today I tell a story. The story named The Proud Rose. Once upon a time in a desert, there are 2 plants, a rose and a cactus. Rose had a luscious red color and petals full of life. She was very proud of the way she looked. Rose used to mock the cactus for its ugly appearance, while the cactus remained silent. Other plants tried to insert some sense in the rose, but she was way too full of herself. On the arrival of summer, the desert became arid with no water left for the plants. In the absence of water, the rose started to lose its beauty. She looked at the cactus as if a bird was trying to peck the cactus with its beak for water. Rose felt shameful for her wrongdoings and asked the cactus for some water. The cactus agreed to help her and gave water to the rose throughout the summer as a friend. This story teaches us that we should never judge anyone by the way they look. Everyone is blessed with a unique quality and we should not belittle anyone. Thank you. Have a nice day. നൈസ് സ്റ്റോറി. ആക്ച്വലി ഈ സ്റ്റോറി കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചിരിച്ചത് വേറെ ഒന്നുമല്ല. നമ്മൾക്കൊരു റെക്കോർഡ് ഉണ്ട്, ഇല്ലസ്ട്രേറ്റഡ് സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം സ്റ്റോറി. അതിന്റെ തീമൊക്കെ തരും, അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയൊരു തീമായിരുന്നു കമ്പാരിസൺ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. എന്തെഴുതും, കാരണം കുട്ടികൾക്കൊരു നല്ല മെസ്സേജ് കിട്ടുന്നതാണ് നമ്മളുടെ എല്ലാ സ്റ്റോറീസും. ഭയങ്കര ഗ്രാമറും വൊക്കാബുലറി ഒന്നും വേണ്ട, സിമ്പിൾ ഇംഗ്ലീഷില് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ്. കാരണം കുട്ടികളോട് ലോങ് ആയിട്ടുള്ള സ്റ്റോറി നറേറ്റ് ചെയ്ത് അവർ ദേ വിൽ ഗെറ്റ് ബോർഡ് അല്ലെ, അവർക്ക് ബോറടിക്കും. ചെറിയ സ്റ്റോറീസ് ആക്കി നമ്മൾ എഴുതണം. അങ്ങനെ കമ്പാരിസൺ സ്റ്റോറിയിൽ എന്തെഴുതുന്ന ചോദിച്ചപ്പോൾ ഞാനെന്നാ ഫ്ലവേഴ്സിനെ കുറിച്ച് എഴുതാം എന്ന് കരുതിയിട്ട് ഞാൻ അതിനകത്ത് റോസിനെയും ജാസ്മിൻ ഫ്ലവേഴ്സിനെ കുറിച്ചായിരുന്നു എഴുതിയത്. അവിടെ റോസ് പാവവും ജാസ്മിൻ ഇച്ചിരി അഹങ്കാരവും ആ രീതിയിലായിരുന്നു ഞാൻ എഴുതിയത്. ഓക്കെ, നമ്മള് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സ്റ്റോറി ഷെയർ ചെയ്യാം.
അപ്പൊ അങ്ങനെ ജാസ്മിൻ ഫ്ലവറിന്റെ ഒരു ഹോൾട്ടി ആ ഒരു അഹങ്കാരം മാറുന്ന ഒരു കഥയായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ അത് ഓർമ്മ വന്നു. ഓക്കെ, സോ വേർ വി കഴിഞ്ഞോ? സൈൻ ഇൻ കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഉണ്ടോ സൈൻ ഇൻ? ഇനി വേണം? പ്ലീസ് യൂസ് ദ ഓപ്പർച്യൂണിറ്റി. ഓരോരുത്തരെ കിട്ടാൻ തന്നെ പാടാം മിസ്സേ. ആണോ? അല്ല, യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ഉപയോഗിക്കുക. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ നാളെ ഒരു ടീച്ചറായിട്ടൊക്കെ പോകുമ്പോൾ കൊച്ചു കുട്ടികളല്ലേ, അവരുടെ മുന്നിൽ നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന് ക്ലാസ് എടുക്കുകയല്ല വേണ്ടത്. നമ്മൾ അവരോട് കൂടെ ചേർന്ന് കളിച്ച് ചിരിച്ച് ഡാൻസ് ചെയ്ത് പാട്ടുപാടി അങ്ങനെയൊക്കെ വേണം. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം അതിന് ഉപയോഗിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഷൈനസ് ഇൻഹിബിഷൻ ഒക്കെ മാറും. വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഒരു ഡാൻസിങ് സ്റ്റെപ്പ്, നമുക്ക് എന്തോരം ഡാൻസ് ഫോംസ് ഉണ്ട് അല്ലെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസ് ഫോംസ് ഉണ്ട്. തിരുവാതിരക്കളി ഉണ്ട്, മാർക്കംകളി ഉണ്ട്, ഒപ്പനയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡാൻസിങ് സ്റ്റെപ്പ്. ഇപ്പൊ എന്തോ കുറച്ചു എന്താ പറയാ, ഒരു ഭയങ്കര വൈബുള്ള കൈകൊട്ടിക്കളിയൊക്കെ ഇല്ലേ, ഭയങ്കര രസമല്ലേ കാണാൻ. നല്ല നമുക്കും കൂടെ എനർജി വരും. ആ രീതിയിലുള്ള ഡാൻസ് ഫോംസ് തന്നെയാണ് എല്ലാം. ഭരതനാട്യം, കുച്ചിപ്പുടി, എന്താ വെച്ചാൽ മോഹിനിയാട്ടോ, വട്ടവർ ഇഡ്ബി, തിരുവാതിരക്കളിയോ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. മെനക്കെട്ടാലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എല്ലാരും എനിക്ക് തോന്നുന്നു മടിയാണ് തോന്നുന്നു എല്ലാവർക്കും. 8th ബാച്ച് ഓൺലൈൻ ആയിട്ട് അവര് ഈദ് സെലിബ്രേറ്റ് ചെയ്തു. അവിടെ ഇരുന്നവരെല്ലാരും കൂടെ ചേർന്ന് ഒരു ബ്രൈഡ് ഒരു സ്ഥലത്ത്, ബാക്കിയുള്ളവരൊക്കെ കൂടെ ചേർന്ന് ഒപ്പന കളിച്ചു. അവര് ഓൺലൈനായിട്ടോ? ഓൺലൈനായിട്ട്. വീഡിയോ കണ്ടിരുന്നു. എന്താണ്? അതിന്റെ വീഡിയോ കണ്ടിരുന്നു, ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു എല്ലാരും. അങ്ങനെ ചെയ്തു. അപ്പൊ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാം ശരി തന്നെ, ലിമിറ്റേഷൻസ് മനസ്സിലാക്കി മാക്സിമം അവർ അത് യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ എല്ലാവർക്കും പറ്റും. പിന്നെ ഇന്നലെ MT9 ചെന്നപ്പോ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ആളുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ ആളുടെ മാത്രമല്ല, എല്ലാവരുടെയും വീഡിയോ ഓൺ ചെയ്തിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ബർത്ത്ഡേക്കാരിയുടെ മാത്രം വീഡിയോ ഓൺ ചെയ്യാവുന്ന വല്ല ആക്ടിവിറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്, മിസ് വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കല്ലോ, അപ്പൊ മിസ്സിന് ഞങ്ങളെ കാണുന്നുണ്ടാവില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇനി തുടങ്ങി വീഡിയോ ഓൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു. കുറച്ച് പേര്, ചിലർക്ക് പറ്റില്ല. ചിലർ ഓഫീസിൽ നിന്നൊക്കെ ആയിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ ഫീഡ് ചെയ്യായിരിക്കും, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അങ്ങനെ ഒട്ടും പറ്റാത്തവർ, അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ഏതോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന്റെ പ്രശ്നമൊക്കെ അല്ലേനായിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ ഓണാക്കുമ്പോ വീഡിയോ മാത്രം, ഓഡിയോ ഓഫ് ആണല്ലോ. അങ്ങനെ ഇവരുടെ ഫേസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിലാണെങ്കിലും വീട്ടിൽ നമ്മുടെ പ്രൈവസിയിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടിയും വീട്ടിലാണെങ്കിലും അവർ ശ്രദ്ധിച്ചൊരു കോർണറിൽ മാറിയിരിക്കും. അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഓടി വരും. അതൊക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് അമ്മമ്മിമാരുടെ കൂടെ ഇരുന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മൾ പ്രെയർ ഒക്കെ പറയില്ലേ, പിന്നെ അവർക്ക് ആഗ്രഹം പ്രെയർ ചൊല്ലണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പ്രെയർ അവര് ദിവസം റെഡി ആയിട്ട് വരും. പ്രെയർ ചെല്ലാനും അല്ലെങ്കിൽ വിഷ് ചെയ്യാനും അല്ലെങ്കിൽ കഥ പറയാനും ഇതുപോലെ അങ്ങനെയൊക്കെ വരും ചെറിയ കുഞ്ഞുങ്ങളെ. അതിനൊക്കെ അതൊന്നും നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമൊന്നുമില്ല, നമ്മൾ അത് തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കും കുട്ടീസിനും പ്രെയർ ചെയ്യാം. അമ്മമാരുടെ കൂടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രെയർ ചെയ്യാം. എന്തോ പാട്ടൊക്കെ പാടി ഞങ്ങളെ വിഷു കഴിഞ്ഞിട്ടുള്ള ക്ലാസ്, മാഡത്തിന്റെ ക്ലാസ് എല്ലാരും പാടി. ആദ്യം എല്ലാരും പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാരും പാടി തുടങ്ങിയപ്പോ എല്ലാരും പാടുന്നു. ഇത് തന്നെ ഉണ്ടായത്. മറ്റേ എന്താ പറയാ, ടീച്ചേഴ്സ് ഡേയുടെ അവർക്ക് ഇതുപോലെ ഓൺലൈൻ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞു. ഹാഫ് ആൻ അവർ പറഞ്ഞു 2 ദിവസത്തെ പ്രോഗ്രാമായി മാറിയത്. കാരണം വേറൊന്നുമല്ല, കുട്ടികൾ മാത്രമല്ല മമ്മിമാരും പ്രിപ്പയർ ചെയ്ത് വന്നു. അപ്പൊ തീരുന്നില്ല 1 അവർ കൊണ്ട്. അപ്പൊ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കുന്നവർക്ക് അതൊരു വിഷമാവില്ലേ, പ്രസന്റ് ചെയ്യാതിരിക്കാൻ. പിന്നെ ഒരു ദിവസം കൂടെ നമ്മൾ കൊടുത്തു. സോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഏപ്രിൽ മന്ത് എല്ലാ മാസവും വളരെ നല്ലതാണ്. ബട്ട് എനിക്ക് ഏപ്രിൽ മാസത്തിനോട്, ഈ വർഷത്തെ ഏപ്രിൽ മാസത്തിനോട് വളരെ ഇഷ്ടം തോന്നി. ഈ വർഷത്തെ അല്ല, 2023 ഏപ്രിൽ മാസവും എനിക്ക് വളരെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. നമ്മുടെ 3 ആഘോഷങ്ങൾ ഒരുമിച്ച് വന്ന ഒരു മാസമായിരുന്നു ഏപ്രിൽ. 2023 2025 ഈദും ഈസ്റ്ററും വിഷുവും ഒരുമിച്ച് വന്നു. അപ്പം ഒത്തിരി ഫോർവേഡ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാത്തിനും റിപ്ലൈ ഒക്കെ ചെയ്തു കേട്ടോ. സ്റ്റാറ്റസുകളിലും ഇങ്ങനെ വിഷു ആയപ്പോഴും ഈസ്റ്റർ ആയപ്പോഴും ഈദ് ആയപ്പോഴും എല്ലാം ഇങ്ങനെ ഓരോരോ വിഷൊക്കെ കാണാം, ഗ്രൂപ്പുകളിലും വിഷൊക്കെ കാണാം. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഫോർവേഡ് അല്ലാതെ ഒരു മെസ്സേജ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ മാസത്തിന്റെ പ്രത്യേകത മനസ്സിലായത്. 3 ഒരുമിച്ച് വരുന്ന ഒരു ധന്യമായ മാസം.
ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തു, ഏപ്രിൽ നീ എത്ര ധന്യ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഒക്കെ ഞാനിങ്ങനെ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്തു. അതായത് നമുക്ക് എന്താ പറയാ, സാക്രിഫൈസ്, ത്യാഗ മനോഭാവത്തിന്റെ മൂല്യം അറിയിക്കുന്ന രീതിയിൽ ഈദ് കടന്നെത്തി. അതിനുശേഷം സന്തോഷത്തിന്റെയും നന്മയുടെയും കണി ഒരുക്കിക്കൊണ്ട് വിഷു കടന്നുപോയി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വം അറിയിച്ചുകൊണ്ട് ഈസ്റ്ററും വന്നെത്തി. ഈസ്റ്റർ ദിനത്തിലാണ് ഞാൻ ഈ വിഷ് എഴുതിയത്, കാരണം ലാസ്റ്റ് വന്നത് ഈസ്റ്റർ ആണല്ലോ ഈ മാസം. അപ്പൊ അങ്ങനെ എഴുതി. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം തരിക ചെയ്യുന്നത്. മൂന്നും ഒരേ മാസത്തിൽ വന്നപ്പോ സെക്യുലറിസം, അതായത് വിഭാഗീയ ചിന്തകൾ വെടിഞ്ഞ് നമ്മളെല്ലാവരും ഒന്നാണ്. ഈവൻ കൾച്ചർ, ട്രഡീഷൻ, ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെ ഡ്രസ്സിങ് സെൻസ്, എല്ലാത്തിലും നമ്മൾ ഡൈവേഴ്സ് ആയിരിക്കും, വ്യത്യസ്തരാണ് അല്ലെ, എല്ലാവരും വ്യത്യസ്തരാണ്. ബട്ട് എന്തോ ഒന്നിപ്പിക്കുന്ന എന്തോ നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പോകുന്നത്. എല്ലാവരും എല്ലാം ആഘോഷിക്കുന്നുണ്ട്, അതാണ് അതിന്റെ ഒരു മഹത്വം. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് പലയിടത്തേക്കും പാസ് ചെയ്തു, ഫാമിലി ഗ്രൂപ്പിലും അങ്ങനെയൊക്കെ. അത് ഈ മാസം എല്ലാ ക്ലാസ്സിലും ഈ മാസത്തിന്റെ എല്ലാ മാസവും മഹത്വരം തന്നെയാണ്. അപ്പൊ ഏപ്രിൽ മാസത്തിന്റെ ആ ധന്യത ഞാനൊന്ന് പറയൂ. ഓക്കെ, സോ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് നമ്മള് മാസം പിന്നെ എല്ലാത്തിന്റെയും കൂടെ നന്മയും സന്തോഷവും സമാധാനവും. നമുക്ക് വിഷമകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചുറ്റുപാടും, നമ്മളുടെ കൺമുന്നിൽ നടക്കുന്നുണ്ടാകും. നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വി വിൽ ഡു ഇറ്റ്. മറിയ മോണ്ടിസോറിയുടെ എയിം തന്നെ അതായിരുന്നു. എനിക്ക് ആ മെത്തേഡിലേക്ക് വരുന്നില്ല, എന്നാലും ഞാനൊന്ന് പറയുവാണ്. പീസ് ആൻഡ് ഹാർമണി ആയിരുന്നു അവരുടെ സ്വന്തം നാട്ടിൽ മാത്രമല്ല അവർ ഉദ്ദേശിച്ചത്, ഓൾ ഓവർ ദ വേൾഡ് ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ട് അവർ ഓൾ ഓവർ ദ വേൾഡ് ട്രാവൽ ചെയ്തു, ക്ലാസ്സസ് എടുത്തു, ട്രെയിനിങ് കൊടുത്തു, മോണ്ടിസോറി ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കൊടുത്തു. ഗാന്ധിജി ഉള്ള സമയത്തായിരുന്നു ഇന്ത്യയിൽ വന്നത്. ഗാന്ധിജിയുമായി സംസാരിച്ചു. ഗാന്ധിജി വളരെയധികം അക്സെപ്റ്റ് ചെയ്തിരുന്നു അവരുടെ മെത്തേഡ്. അങ്ങനെ നമ്മുടെ അംഗൻവാടികളിൽ വരെ ഏറെക്കുറെ കുറച്ചൊക്കെ അവരുടെ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ അംഗൻവാടികളുണ്ട്. അപ്പൊ അങ്ങനെ അവിടെയെല്ലാം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബാലവാടി എന്ന് പറഞ്ഞിട്ട് പേരായിരുന്നു. പക്ഷെ നോർത്തിലൊക്കെ അംഗൻവാടി എന്ന് തന്നെയായിരുന്നു പേരെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാലവാടി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പേര് അതാണെങ്കിലും സെയിം ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം വുഡൻ ബ്ലോക്സ് കൊണ്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. കളിക്കാനും പിന്നെ ഒരു സൈസ് സാധനമല്ലേ ഇങ്ങനെ താറാവ് പോലെ ഇരുന്ന് നമ്മളിങ്ങനെ ആടില്ലേ, കുതിരയും താറാവും, അതെല്ലാം വുഡൻ ആയിരുന്നു. അന്ന് പ്ലാസ്റ്റിക് ഇല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, എല്ലാം വുഡൻ ആയിരുന്നു. അതായത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്തതായിരുന്നു, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു നമ്മള് പെരുമാറുന്ന എല്ലാ സാധനങ്ങളും, ഭക്ഷണവും എല്ലാം അതുപോലെ തന്നെ, മായമില്ല, ഒന്നുമില്ലാത്തൊരു കാലം. ആ ഒരു കാലം തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ. അപ്പൊ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡിന്റെ ഉദ്ദേശം അതായിരുന്നു, ലോകം മുഴുവനും പീസ് ആൻഡ് ഹാർമണി. കാരണം അവര് വേൾഡ് വാർ കണ്ട്, രണ്ട് വേൾഡ് വാറിന്റെ സമയത്തും അവര് അത് കണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. യൂത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവര് കണ്ടത്. അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു യൂത്തിനെ അങ്ങനെ ഒരു യൂത്ത് ആകുന്നതിൽ നിന്നും എന്ത് ചെയ്യണം എന്ന് അവർക്ക് തോന്നിയപ്പോഴാണ് കൊച്ചുകുട്ടികളിൽ അവർ ഇന്റർവെൻഷൻ നടത്തിയത്. മറിയ മോണ്ടിസോറി ഇപ്പൊ ഇല്ലെങ്കിൽ പോലും അവരുടെ ഈ ഒരു മെത്തേഡ്, അവരെ ഡിസൈൻ ചെയ്ത ഈ മെത്തേഡ് ഓൾ ഓവർ ദ വേൾഡ് നല്ലപോലെ പോപ്പുലർ ആയിരിക്കുകയാണ്. നമ്മളുടെ പല സ്കൂളുകളിലും അതിന്റെ കോമ്പിനേഷൻ ഉണ്ട്, അതിന്റെ പ്യുവർ ഫോമിൽ അത് ചെയ്യുന്നുണ്ട്. പലരുടെയും ആഗ്രഹമുണ്ട്, സ്കൂളൊക്കെ തുടങ്ങാൻ പോകുന്നവരുടെ ആഗ്രഹം മോണ്ടിസോറി മെത്തേഡിൽ തന്നെ സ്കൂൾ തുടങ്ങണമെന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ട് മലപ്പുറത്ത് ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ഈ മെത്തേഡിനെ പറ്റി അത് പഠിച്ചിട്ടില്ല, പക്ഷെ മെത്തേഡിനെ കുറിച്ച് കേട്ടറിഞ്ഞത് കൊണ്ട്. അപ്പോ നഴ്സറി ക്ലാസ് തുടങ്ങി 12th വരെയുള്ള സ്കൂളായിരിക്കും, പക്ഷെ 12th വരെയുമുള്ള ആ ഒരു കരിക്കുലം ബേസ്ഡ് ഓൺ മോണ്ടിസോറി ആക്കണം എന്നാണ് ആൾക്ക് ആഗ്രഹം. അങ്ങനെയൊക്കെ തീരുമാനിച്ച് പുള്ളി മോണ്ടിസോറി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമുക്ക് റിസോഴ്സ് വേണമല്ലോ, നിങ്ങളെപ്പോലുള്ള ടീച്ചർമാർ പുറത്തേക്ക് വന്നാലല്ലേ അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി നല്ല രീതിയിൽ ക്ലാസ് എടുക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആളാദ്യം മോണ്ടിസോറി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരുത്തരും ഇതിന്റെ മെത്തേഡിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ഇതൊരു വൈറ്റൽ റോളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റില്, ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു വൈറ്റൽ റോളാണ്. മാം, ഞാൻ ശ്രീലക്ഷ്മിയാണ്. മനസ്സിലായി. മാം, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ജയദേവൻ സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് 7th സ്റ്റാൻഡേർഡ് വരെ മോണ്ടിസോറി നമ്മൾ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലെ KG കോർഡിനേറ്റർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ 7th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാൻ പറ്റില്ല. 7th ഏജ് അല്ലെങ്കിൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആയിരിക്കും, പക്ഷെ 7th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് ഈ ഒരു
PG അല്ലെങ്കിൽ ഡിപ്ലോമ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് വേറെ കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. മോണ്ടിസോറിയുടെ തന്നെ ഹൈ ലെവൽ എന്തൊക്കെയോ വേറെ ചെയ്താൽ പറ്റും. പക്ഷെ നമ്മളിപ്പോ ചെയ്യണ കോഴ്സ് വെച്ചിട്ട് എന്തായാലും 7th സ്റ്റാൻഡേർഡ് വരെ പറ്റില്ല. അതൊന്ന് അന്വേഷിച്ച് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞു. അതാ ഞാൻ മാമിനോട് ചോദിച്ചേ. അങ്ങനെ 7th സ്റ്റാൻഡേർഡ് വരെ പറ്റുമോ? അതിന്റെ കാര്യം ഞാൻ പറയാം. 3 to 6 years ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ 7 years, നമുക്ക് 3 to 6 ആണ്. 2.5 to 6 years എന്ന് പറയാം ഈ മോണ്ടിസോറി മെത്തേഡ് നമ്മൾ കൊടുക്കുന്നത് കുട്ടികളിൽ. ആഫ്റ്റർ 6 years അവര് നോർമൽ സ്കൂളിലേക്കാണ് പോകുന്നത്. പക്ഷെ ചില സ്കൂളുകള് 6 years കഴിഞ്ഞുള്ള സ്റ്റാൻഡേർഡ്സിലും ഇതേ മെത്തേഡ് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ഒരു 14 years ആകുന്നവരെയും ഇതേ മെത്തേഡ്, അതായത് പുതുതായി തുടങ്ങുന്ന സ്കൂളുകളാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അതിനെ പറയുന്നത്, ഈ കാക്കനാട് ഒരു സ്കൂളുണ്ട്, സഹോദയ എന്നാണ് തോന്നുന്നു സ്കൂളിന്റെ പേര്. എന്റെ കസിന്റെ മോൾ അവിടെ പഠിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത്. 14 years വരെയും കുട്ടികളാകുന്നവരെയും ഇവർ ഈ മെത്തേഡ്, മേ ബി സിലബസ് CBSE ICSE ഒക്കെ ആയിരിക്കാം, പക്ഷെ ഈ മെത്തേഡ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾക്ക് PG കഴിഞ്ഞു കഴിഞ്ഞാൽ 4th സ്റ്റാൻഡേർഡ് വരെയാണ് പല സ്കൂളുകളും സമ്മതിക്കാറുള്ളൂ. സമ്മതിക്കാറുമില്ല, അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഒരു കുട്ടി PG ഡിപ്ലോമ കഴിഞ്ഞ് ഇറങ്ങിയ ആള് ഒരു CBSE LP സ്കൂള്, അതായത് KG തുടങ്ങി 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പളായി ഈ നമ്മുടെ മോണ്ടിസോറി വെച്ചിട്ട്. പിന്നെ ആൾക്ക് ഏജും ഉണ്ട്, അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളിലും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇന്റർവ്യൂ അവര് അവിടെ ടീച്ചറായിട്ട് എടുക്കാനായിരുന്നു. പക്ഷെ അവിടെ പ്രിൻസിപ്പൾ ഇല്ല, ആള് ഏബിൾ ആണെന്ന് മനസ്സിലാക്കിയപ്പോ സ്കൂൾ മാനേജ്മെന്റ് ആണ് അവരെ പ്രിൻസിപ്പൾ ആക്കിയത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഈ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞവരെ KG മാത്രമാണ് അല്ലെങ്കിൽ LP വരെ മാത്രമാണ് പ്രിൻസിപ്പൽ ആയത്. ആള് മോണ്ടിസോറി പ്ലസ് ആളുടെ കപ്പാസിറ്റിയും കൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതാണ് നമ്മളുടെ കോഴ്സിന്റെ ഒരു പ്രത്യേകത. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണ BEd കഴിഞ്ഞ ഒരു ടീച്ചറെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കില്ല മോണ്ടിസോറി ട്രെയിനീസ് കാണിക്കുന്നത്, ഈ ഫെസിലിറ്റേറ്റേഴ്സ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഇൻട്രസ്റ്റ് ആവുമ്പോഴാണ് ഇവര് 4th വരെ നമ്മള്, അല്ലെങ്കിൽ ചിലപ്പോൾ KG വരെ, ചിലപ്പം ഇന്റർവ്യൂ ബോർഡ് തീരുമാനിക്കും. ഡിപ്ലോമ ആയ മിക്കവരെയും KG മാത്രമായിരിക്കും ചെയ്യുക. പക്ഷെ ഈ പറഞ്ഞ പലർക്കും വേറെ പല സബ്ജക്റ്റില് PG ഉണ്ടാകും. കമ്പ്യൂട്ടർ സയൻസിൽ എന്തെങ്കിലും ചെയ്തവരായിരിക്കാം. അങ്ങനെ വേറെ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഇവർ ഹയർ ക്ലാസ്സിലേക്ക് ഈ സബ്ജക്ട് എടുക്കാൻ പറ്റൂ എന്ന് ചോദിക്കുന്നത്. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പല കുട്ടികളും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സിലും ഒക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ലീവ് ആകുമ്പോൾ ഇവരോട് ഈ ടോപ്പിക് പറ്റുമോ, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് KG സെഷൻ എന്നാണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പറയുന്നത്. ബട്ട് PG ഡിപ്ലോമ കഴിഞ്ഞാൽ 4th വരെ വേണമെങ്കിൽ കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സ്കൂൾ മാനേജ്മെന്റ്. നമ്മളുടെ ഒരു പെർഫോമൻസ് കൂടെ വിലയിരുത്തിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോയടുത്ത് 14 പേര് ഇന്റർവ്യൂവിന് വന്നു. ഒരു വേക്കൻസി ആയിരുന്നു. 14 പേര് വന്നതിൽ 11 പേരും ഗ്രൗണ്ട് ലെവലില് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നേരിട്ട് പോയി കോഴ്സ് പഠിക്കുന്നവരായിരുന്നു. ബാക്കിയുള്ളവര് ഓൺലൈൻ ആയിരുന്നു. ഫസ്റ്റ് ഓൺലൈൻ എന്ന് കേട്ടപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ നമ്മളുടെ ഈ ട്രെയിനിയുടെ കയ്യിൽ എല്ലാ ആക്ടിവിറ്റി ചെയ്തതും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കൊടുത്ത 5 റിപ്പോർട്ട്സ്, പിന്നെ ഒരു സർവേ റിപ്പോർട്ട്, പ്രോജക്റ്റ് പോലെ ചെയ്തിരുന്നു. പിന്നെ അസൈൻമെന്റ്സ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെമോ ക്ലാസ് എടുക്കാൻ നേരത്ത് നമ്മൾ കുറേ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കും. ആ ഡെമോ ക്ലാസ് എടുത്തു. ഇവർക്ക് വേണ്ടത് കൊച്ചു കുട്ടികളോട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതായിരുന്നു. പിന്നെ കുട്ടികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് ഒരു 5 or 10 മിനിറ്റ് വിട്ടു. എന്നിട്ട് ഇവർ ഒബ്സർവ് ചെയ്തു ആ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ഈ ഇന്റർവ്യൂ അവിടെ നടന്നത്. അങ്ങനെ നമ്മളുടെ ഈ ട്രെയിനിയെ സെലക്ട് ചെയ്തു. അത്രയും പേര് വന്നതിന് 14 പേര് വന്നതിൽ നിന്ന് ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ കുട്ടിയുടെ കപ്പാസിറ്റിയാണത്. അത് അതുപോലെ പ്രസന്റ് ചെയ്തു. അതുകൊണ്ടാണത്. അതാണ് അങ്ങനെ ഇപ്പൊ PG ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ചിലപ്പോൾ ചില സ്കൂളുകളിൽ ചിലപ്പോൾ അവർ KGയിലേക്ക് മാത്രമായിരിക്കും എടുക്കുന്നത്. അതിന്റെ ഹയർ ക്ലാസ്സിലേക്ക് ചിലപ്പോൾ വേറെ ടീച്ചേഴ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ വേറൊരു സ്കൂളിൽ പോകുന്ന ഒരാളെ ചിലപ്പോൾ 6th സ്റ്റാൻഡേർഡ് വരെയും പഠിപ്പിക്കാൻ വിടുമായിരിക്കും. കാരണം വേറെ ഏതെങ്കിലും ഹയർ ഡിഗ്രീസോ PGയോ ഉള്ളെങ്കിൽ സ്കൂളിന് തീരുമാനിക്കാലോ, മാനേജ്മെന്റിന്റെ തീരുമാനമാണല്ലോ അത്. അപ്പൊ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇപ്പൊ മാനേജ്മെന്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 7th സ്റ്റാൻഡേർഡ് വരെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അല്ലെ? കിട്ടും. ഓക്കെ നമ്മുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. ഓക്കെ.
അല്ലേ? കാരണം അവർക്ക് വാല്യൂ ചെയ്യാൻ തോന്നണമല്ലോ. ഞാനൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലായിരുന്നു ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. പ്രാക്ടീസ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞു ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, വർക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് സാറ്റർഡേസ് മാത്രമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അത് കാരണം ഞാൻ സാറ്റർഡേ അല്ല സൺഡേ മാത്രമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. സൺഡേയും ഹോളിഡേയ്സും. അത് കാരണം എനിക്ക് മൺഡേ ടു ഫ്രൈഡേ പോകാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയോ അവർ വാങ്ങിച്ചില്ല. അവർക്കതൊന്നും കാണണ്ട. അവരെ സംബന്ധിച്ച് നമ്മൾ കുട്ടിയെ എങ്ങനെ നോക്കുന്നു, നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ലെറ്റർ ഒക്കെ കൊണ്ടുപോയാണ് ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നത്. അപ്പോൾ ഓൾറെഡി കോഴ്സ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നു, അങ്ങനെ നോക്കും. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വെക്കാനോ ഇതൊന്നും പറഞ്ഞതേ ഇല്ല. അതാണ്. അപ്പൊ അത് നമ്മളുടെ പെർഫോമൻസ് തന്നെയാണ് ഫസ്റ്റ് അവര് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ മാനേജ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അതൊരു ക്രൈറ്റീരിയ ആണല്ലോ. അത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സ്കൂളിലൊക്കെ. നമ്മളിപ്പോ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മന്ത് ആവുമ്പോഴാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ അവർക്ക് ഒരു ആക്സെപ്റ്റബിൾ ആ. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. എത്രയോ പേര് ചില മാനേജ്മെന്റ് സ്കൂളുകളിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ചിലപ്പോൾ ഈ മാനേജ്മെന്റ് മാറി മാറി വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്ന് ആരെങ്കിലും ഒന്ന് ടെർമിനേറ്റ് ചെയ്യാൻ ഒരു റീസൺ ചിലപ്പോൾ വേണ്ടി വരുമല്ലോ. സർട്ടിഫിക്കറ്റ് ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ മാക്സിമം നമ്മളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കണം തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു. കുട്ടീസിന് വെക്കേഷൻ അല്ലേ, അവർക്കും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അതിനൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഓക്കെ, സോ വേറെ നമ്മൾ എവിടെയായിരുന്നു? എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്? മറന്നുപോയി. റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് എടുത്തു. മിസ്സേ അതിലൊരു അസൈൻമെന്റ് തന്നിരുന്നില്ലേ? അത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. അതൊന്നുകൂടി പറയോ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ? വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് എന്ന് പറഞ്ഞ നമ്മൾക്ക് ഹെൽത്ത് അവയർനെസ് കിട്ടുന്ന മീഡിയംസ് ഏതൊക്കെയാണ്? TV, റേഡിയോ, അങ്ങനെയൊക്കെയുള്ള TV ഷോ. ടിവിയിലെ പ്രോഗ്രാം, ഡോക്ടറോട് ചോദിക്കാം, ഹെൽപ്പ് ലൈൻ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഞാൻ ടി വി ഒന്നും കാണാറില്ല, പണ്ടങ്ങാണ്ട് കണ്ടത്. അപ്പൊ അതില് നമ്മളെ നെയിംസ് മാത്രം എഴുതിയാ മതിയോ? മതി. വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് അതിൽ. ആ ഒരു മാത്രം മതി. ഇപ്പൊ മാഗസീൻസ് ഉണ്ടല്ലോ, മലയാളത്തിലെ മാഗസീൻസ് ഏതൊക്കെ? ആരോഗ്യ മാഗസീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മാഗസീൻ ഉണ്ടല്ലോ. പിന്നെ ഒരു ഫേമസ് മാഗസീനാണ് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ട്. അത് ചൈൽഡ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ക്രൈ ഇൻ ഇന്ത്യ എന്നോ അങ്ങനെ എന്തോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ചൈൽഡ് ഹെൽത്തിനെ റിലേറ്റഡ് ആയിട്ടുള്ള മാഗസീനാണ്. പിന്നെ മൂവീസ്, ഇത് റിലേറ്റഡ് കുറെ മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹെൽത്ത് റിലേറ്റഡ്. മതിയോ അല്ലെങ്കിൽ മറ്റു ഭാഷ ഇംഗ്ലീഷിൽ? ഏതായാലും മതി. എന്റെ ഓർമ്മയിൽ ഒരു ഹിന്ദി മൂവി ഉള്ളൂ, ഒരു മകൻ. അപ്പൊ ഈ മൂവീസ് എഴുതാൻ നേരത്ത് നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഡിസീസിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്ന അങ്ങനത്തെ എഴുതാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഇപ്പൊ സാബിറ പറഞ്ഞില്ലേ അൽഷിമേഴ്സിനെ കുറിച്ചുള്ളതാണല്ലോ സിനിമയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റുമോ? അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? അതിൽ നമുക്ക് അവയർനെസ് കിട്ടുന്നുണ്ടോ അൽഷിമേഴ്സിനെ കുറിച്ച്? അപ്പൊ ആ പേഴ്സൺ എങ്ങനെ ഉണ്ട്. ക്രോണിക് ഡിസീസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും, അവരുടെ ഫാമിലി അത് എങ്ങനെ ഓവർകം ചെയ്യുന്നുണ്ടെന്ന്. കെയർ ഗിവർ ആണ് ശരിക്കും അവിടെ ഇമ്പോർട്ടന്റ് റോൾ ഉള്ള ആള്. കാരണം അസുഖം ബാധിച്ച ആൾക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ കെയർ ഗിവർക്കാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ എന്തൊക്കെയല്ലേ മെസ്സേജ് അതിൽ വരുന്നത്? അതെ, അൽഷിമേഴ്സ്. പിന്നെ ഏതൊക്കെയായിരുന്നു മൂവി? ഈ വൈറസ് പോലെയുള്ള അങ്ങനെയുള്ളതൊക്കെ എഴുതാൻ പറ്റും. വൈറസ് എഴുതാം. ഞാൻ കണ്ട മൂവിയെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കാനായിട്ട് മകൻ പ്രൈം മിനിസ്റ്ററെ കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു മൂവി ആയിരുന്നു. കുട്ടികളുടെ മൂവി എന്നുള്ള രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ കുറെ ചാനൽസ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സിന്റെയോ എന്തൊക്കെയൊക്കെ ചാനൽസ് ഒക്കെ ഇല്ലേ. പിന്നെ എന്തും വരാലോ. നമ്മളുടെ 3 പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടല്ലേ ഹെൽത്ത് പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു 3 പാരാമീറ്റർ ഫസ്റ്റ് യൂണിറ്റിൽ? മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ അല്ലേ ഹെൽത്തിന്റെ പാരാമീറ്റേഴ്സ്?
ഹെൽത്തിന്റെ പാരാമീറ്റേഴ്സ് എന്നല്ല, 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. ഫിസിക്കൽ ഫിറ്റ്നസ് അതൊക്കെയാണ്. നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, എക്സസൈസ് ചെയ്ത് നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആകാം. പിന്നെ എന്താ നമ്മളുടെ അപ്പിയറൻസ്, നമ്മുടെ ബ്യൂട്ടി, CPF, കോസ്മെറ്റിക്. അങ്ങനെ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ എപ്പോഴും. നമ്മളിപ്പോ നല്ല ഭക്ഷണം കഴിക്കണു, അതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ വൃത്തിയായി നടക്കണം. എന്തായാലും നമ്മൾ ഒന്ന് കുളിച്ചു കഴിഞ്ഞ് ഒന്ന് മുടിയൊക്കെ കെട്ടിക്കഴിയുമ്പോൾ മിററിലൊന്ന് പോയി ഒന്ന് നോക്കും. നോക്കാത്ത ഒരു ദിവസമെങ്കിലും കണ്ണാടി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 24 മണിക്കൂറും അതിന്റെ മുമ്പിലാണ്. പിന്നെ ഒന്നും മനസ്സിലായില്ല. നമ്മളുടെ ബ്യൂട്ടിയും നമ്മളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസോ എന്തായിരുന്നു? ഇതാണ് വേരിയസ് ഏജൻസിയുടെ ആ ഒരു അസൈൻമെന്റ്. ഓക്കെ, ഞാൻ ഈ ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ വൈവയുടെ തിരക്കായതുകൊണ്ട് എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഓരോ ബാച്ചിനും കൊടുത്തിട്ടുള്ള അസൈൻമെന്റ്. അപ്പൊ നിങ്ങൾക്ക് തരാതിരിക്കുന്നത് ഏതാന്ന് വെച്ചാൽ അത് ചെയ്യാം. നമുക്കപ്പോ ഈ ഒരു ലെസണും കൂടെ അങ്ങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റെക്കോർഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെക്കേഷൻ അല്ലേ, കുഞ്ഞുങ്ങളും അടുത്തുണ്ട്. കുഞ്ഞുങ്ങൾക്കും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡായിരിക്കും. അത് ഇന്ന് വേണോ? തന്നിട്ടുണ്ടോ റെക്കോർഡ് ഡീറ്റെയിൽസ്? ഒന്നും തന്നിട്ടില്ല മിസ്സേ. ഇതിന്റെ ക്വസ്റ്റിനും ക്ലാസ് റൂമിൽ ഇടാന്ന് പറഞ്ഞായിരുന്നു, ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു കാര്യമില്ല, വെക്കേഷൻ ആയതുകൊണ്ട് 1 മാസം കഴിഞ്ഞല്ലോ. നമുക്കൊരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. 5 റെക്കോർഡ് ഉണ്ട്. അതിലെ 4 റെക്കോർഡും നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. 5ാമത്തെ റെക്കോർഡ് മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ തരും. അപ്പൊ അത് നല്ലപോലെ കോപ്പി ചെയ്താൽ മതി. അത് ലാസ്റ്റ് മതിയല്ലോ, 3ാമത്തെ മോഡ്യൂൾ ആവുമ്പോൾ അത് ചെയ്താൽ മതി. നമുക്ക് ഓരോരോ റെക്കോർഡായിട്ട് എഴുതി തുടങ്ങും, അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഞാൻ ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ സ്ട്രഗിൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം കോഴ്സ് തുടങ്ങി 2ാമത്തെ മാസം തുടങ്ങി ഞാൻ റെക്കോർഡ് കൊടുക്കുന്നതാ. പക്ഷെ എല്ലാരും ഇങ്ങനെ അത് സൂക്ഷിച്ചു വെച്ച് ഏറ്റവും ലാസ്റ്റ് ഓടി നടന്ന് എഴുതുക. അപ്പൊ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ദിവസം 1 പേജോ 2 പേജോ ഒക്കെ എഴുതി കംപ്ലീറ്റ് ആക്കാവുന്ന കാര്യമാണ്. ലാസ്റ്റ് മൊമെന്റിൽ കഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടാവും ആ റെക്കോർഡൊക്കെ എഴുതാനായിട്ട്. ഒരു PDF ഫയലാണ്. ഇത് ഞാൻ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്തേക്കാം. ഫസ്റ്റ് നോക്കുമ്പോൾ കാണാം, ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, മോണ്ടിസോറി എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ റെക്കോർഡ്സ് വേണമെന്ന് 5 എണ്ണം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പേരൊന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, റെഡി ഉണ്ടോ? ഇതില് ആദ്യത്തെ റെക്കോർഡ് മൈ കളക്ഷൻ ബുക്കും 4ാമത്തെ റെക്കോർഡില്ലേ പസിൽ ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, ഇത് രണ്ടുമാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ എഴുതാൻ എളുപ്പമായിരിക്കും. കാരണം 4ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞു കുട്ടികൾക്ക് നമ്മളെ കളിക്കുടുക്ക, മാജിക് പോട്ട്, അതിന്റെ തന്നെ ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു, മാജിക് പോട്ടോ, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉള്ള ബുക്സ് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? എനിക്ക് ആ 2 പേരെ ഓർമ്മയുള്ളൂ. പിന്നെ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, പിന്നെന്താ അതിന്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ പേജസിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഉള്ള ബുക്കുകൾ ഉണ്ടാവാറുണ്ട്. ക്രോസ് വേർഡ് ഫില്ല് ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ. പിന്നെന്താ വഴി കണ്ടുപിടിക്കുക, പിന്നെ കുത്തുകൾ യോജിപ്പിച്ച് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, പകുതിയായിട്ട് വരച്ചിട്ടുള്ള പിക്ചർ ഉണ്ടാവും അത് മുഴുവനാക്കുക, പിന്നെ പിക്ചർ കളർ ചെയ്യുക, പിന്നെ ഒരു പിക്ചർ തന്നിട്ട് അതിന്റെ ഓരോ പാർട്സിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഓരോ നമ്പറിന്റെ നേരെ അപ്പൊ 1 എഴുതിയിട്ട് റെഡ്, 2 ഗ്രീൻ, അപ്പൊ നമ്പർ അനുസരിച്ച് കളർ ചെയ്യുക. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അതാണ് 4ാമത്തെ റെക്കോർഡ്, ഈ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്കാണ്. കുട്ടികളെ പലതും നമ്മൾ ഫെമിലറൈസ് ചെയ്യിക്കണം അല്ലെ, പരിചയപ്പെടുത്തണം ചെറിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്, പിന്നെന്താ ഫ്ലവേഴ്സ്, പിന്നെ മോണുമെന്റ്സ്, 7 വണ്ടേഴ്സ്, പിന്നെ
വർക്കിംഗ് പേഴ്സൺസ്, അങ്ങനെ കുറെ ചാർട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ഒക്കെ സ്കൂളിലേക്ക് ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുത്തു വിടും. ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസ്, എക്സ്റ്റേണൽ ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളില്ലേ, ബോഡി പാർട്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് അവരെന്തെങ്കിലും പ്രോജക്റ്റിനൊക്കെ നമ്മൾ സഹായിച്ചത് ഓർമ്മ വരില്ലേ? അതാണ് നിങ്ങൾ ഫസ്റ്റ് റെക്കോർഡ് ബുക്കിൽ എഴുതുന്നത്, മൈ കളക്ഷൻ ബുക്ക്. ഈ 2 ആദ്യം തരും. പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം റൈം ബുക്കും ഒരെണ്ണം സ്റ്റോറി ബുക്കുമാണ്. അത് നമ്മൾ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ടതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനെ ഒന്നും തടസ്സം വരുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഇരുന്ന് തീം ഉണ്ടായിരിക്കും. ഞാനൊരു കമ്പാരിസൺ സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി എഴുതിയ കാര്യം പറഞ്ഞല്ലോ. പിന്നെ കുട്ടികൾക്ക് ഒരു മോറൽ വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റോറി, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓരോ തീം തരും. ആ തീമിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോറി എഴുതാം, അതുപോലെ തന്നെ റൈം. അപ്പൊ ആലോചിക്കുക, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിൾ ആയിട്ടുള്ളത് എഴുതണം. വളരെ ഷോർട്ട്, ഏറ്റവും ബ്രീഫ് ചെയ്യാമോ അത്രയും നല്ലത്. കാരണം കുട്ടികള് ചെറിയ കാര്യങ്ങളെ അവർ ശ്രദ്ധിക്കുള്ളൂ. ബിഗിനിങ് ഓഫ് ഓൾ തിങ്സ് ആർ സ്മോൾ എന്ന് പറയണ പോലെ അവരെപ്പോഴും മൈന്യൂട്ട് കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ. അവിടെ നിന്നാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഉറുമ്പ് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കുട്ടികൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ചെറിയ പ്രാണികൾ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കാണില്ല, ഇവരിങ്ങനെ കാണും. അവർക്ക് എപ്പോഴും മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ തിങ്സിലേക്കാണ് ഇവരുടെ ശ്രദ്ധ പോവുള്ളൂ. അപ്പോ ഒരു 5-10 മിനിറ്റില് ഒരു സ്റ്റോറി പറയുന്നതിനേക്കാളും 2-3 മിനിറ്റ്സ് കൊണ്ട് അതങ്ങ് പ്രസന്റ് ചെയ്യുന്നു നമ്മൾ ആക്ഷൻസിലൂടെ. അവര് വീണ്ടും നമ്മളോട് പറയും, അതൊന്നുകൂടെ പറയാമോ, അതൊന്നുകൂടെ പറയാമോ. അങ്ങനെ ഒരു കഥ തന്നെ നമ്മൾ 10-15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാറുണ്ടോ ആരെങ്കിലും വീട്ടില്? ഉണ്ട് മാം, രാത്രി ഉറങ്ങുന്നത് ഇത് തന്നെയാണ്. റിപ്പീറ്റേഷൻ അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഒരിക്കലും മടുപ്പ് വിചാരിക്കരുത്. റിപ്പീറ്റേഷനിലൂടെയാണ് ഇവര് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതൊക്കെ മോണ്ടിസോറി കണ്ടുപിടിച്ച കാര്യങ്ങൾ. മോണ്ടിസോറി റിപ്പീറ്റേഷൻ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് ആണ്. പിന്നെ ഫ്രീഡം, അവർക്ക് കൊടുക്കുന്ന ഫ്രീഡം, അതും അവരുടെ ഡെവലപ്മെന്റിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്താൽ ശരിയാവില്ല. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് കേട്ടോ. നമ്മളവർക്ക് ഫ്രീഡം കൊടുക്കുന്നു, പക്ഷെ അതിന്റെ ചരട് നമ്മുടെ കയ്യിലാണ്. അത് ലൂസ് ആക്കണോ ടൈറ്റ് ആക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ആ രീതിയിൽ നമ്മൾ ഫ്രീഡം കൊടുക്കണം. ഓക്കെ, ഇപ്പൊ മൈ കളക്ഷൻ ബുക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. റെക്കോർഡ് എങ്ങനത്തെ വാങ്ങണം അതൊരു സംശയമായിരിക്കും. ഞാനൊരു 2017-18 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എന്റെ മോണ്ടിസോറി ചെയ്തത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ റെക്കോർഡ് ഞാൻ സൂക്ഷിക്കണമെങ്കിൽ അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കാൻ എല്ലാം തന്നെ എഴുതിയത്. ആരുടെ നോക്കും കോപ്പി ചെയ്തില്ല. നമ്മൾ ആരുടെങ്കിലും കോപ്പി ചെയ്തതാണെങ്കിൽ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. അതേസമയം നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്ത്, ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇത് പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കും. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട്. മൈ കളക്ഷൻ ബുക്കിലെ നമുക്ക് മൈ കളക്ഷൻ ബുക്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പേജിലും ആയിട്ടാണ് ഓരോ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മൈ കളക്ഷൻ ബുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം ഓരോന്നും എന്താണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രോവേർബ്സ്. പ്രോവേർബ്സ് എല്ലാവർക്കും അറിയാലോ, പഴഞ്ചൊല്ലുകൾ. മിനിമം അറ്റ്ലീസ്റ്റ് 10 നമ്പേഴ്സ് എന്നാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അതിനു മുമ്പ് എങ്ങനെയുള്ള റെക്കോർഡ് വാങ്ങണമെന്നും കൂടെ പറയും. ഞങ്ങൾക്ക് അന്നല്ല മിക്ക ഷോപ്പുകളിലും 2 ടൈപ്പ് റെക്കോർഡ് അവൈലബിൾ ആണ്. നമ്മൾ സയൻസ് +1 +2 കുട്ടികൾ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും റെക്കോർഡ് വാങ്ങില്ലേ? ആ സെയിം റെക്കോർഡ്, അതുപോലത്തെ റെക്കോർഡാണ് നമ്മൾ വാങ്ങേണ്ടത്. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ടിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ വരുന്ന റെക്കോർഡ് ഉണ്ടല്ലോ. ഞാൻ ഈ വാങ്ങിയ റെക്കോർഡിന്റെ 2 സൈഡും പ്ലെയിൻ ആണ്, വരയിട്ടിട്ടില്ല. പ്ലെയിൻ വാങ്ങാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിലെ ആ ഫസ്റ്റ് ഇ ഇല്ലേ, പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്, അവിടം വരെയാണ് നമുക്ക് റൈറ്റിംഗ്സ് ഉള്ളത്. ഡീറ്റെയിൽസ് എഴുതേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയെല്ലാം പിക്ചർ ഒട്ടിക്കല, എഴുതാനൊന്നുമില്ല. എല്ലാം പിക്ചർ കളക്ട് ചെയ്ത് അതങ്ങ് പേസ്റ്റ് ചെയ്യുക. അപ്പൊ ആരും എന്നോട് ചോദിച്ചു വരച്ചിട്ട് വരയ്ക്കാമോ പറ്റുമെന്ന് ചോദിച്ചു. വരയ്ക്കാൻ അറിയുന്നവർ വരച്ചോളൂ, ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ അറിയുന്നവർ വരച്ചോളൂ. അതാവുമ്പോ സമയം എടുക്കും. പിക്ചർ ആവുമ്പോ അങ്ങ് കളക്ട്, ഇങ്ങനെ ചാർട്ട് പോലെ വാങ്ങാൻ കിട്ടുമല്ലോ ഈ പേപ്പർ മാർട്ടിലൊക്കെ പോകുമ്പോ. 5 രൂപ എങ്ങാണ്ട് കൊടുക്കുമ്പോഴേക്കും ഫുൾ ഡൊമസ്റ്റിക് അനിമൽസ് കിട്ടും, അല്ലെങ്കിൽ വൈൽഡ് അനിമൽസ് കിട്ടും, അങ്ങനെ ഇങ്ങനെ കിട്ടുമല്ലോ. അതുപോലെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം,
ദിസ് ഇസ് യുവർ റെക്കോർഡ്, നിങ്ങളുടെ റെക്കോർഡാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. പേജ് ഡിസൈൻ ചെയ്യണോ, നിങ്ങൾക്ക് പേജ് ഡിസൈൻ ചെയ്യാം. ഞാൻ തന്നിരിക്കുന്ന കണ്ടന്റ് അല്ലാതെ എക്സ്ട്രാ ആഡ് ചെയ്യണോ, എക്സ്ട്രാ ആഡ് ചെയ്യാം പേജ് ഉണ്ടെങ്കിൽ. പിന്നെ ആ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റിലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. മൈ കളക്ഷൻ ബുക്ക് എന്നാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കാരണം ഞാൻ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ എഴുതിയപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എഴുതിയത്. അതായത് ബൈ റോഡും വാട്ടറും എയറും എല്ലാ വെഹിക്കിളും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതി. അപ്പൊ എന്നോട് കുട്ടികൾ ചോദിച്ചു സെപ്പറേറ്റ് എഴുതിക്കോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, വാട്ടറിലൂടെ പോകുന്നത്, ലാൻഡിലൂടെ പോകുന്നത്, എയറിലൂടെ പോകുന്നത്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. പിന്നെ ട്രീസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും അതിനകത്ത്. പിന്നെ വാട്ടർ ആനിമൽസ്, ഫിഷസ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വാട്ടർ ആനിമൽസ് എന്നുള്ള രീതിയിൽ വെള്ളത്തിൽ വേറെയും ജീവികളുണ്ടല്ലോ, പല എന്താ പറയുക ക്യൂരിയസ് ഒക്കെ ആയിട്ടുള്ള വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ജീവികളുണ്ടല്ലോ, അതൊക്കെ എഴുതും. അങ്ങനെയൊക്കെ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇത് നമ്മളുടെ ഡാൻസ് ഫോംസ്, നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഇല്ലേ, അങ്ങനെ കഥകളി, ഓട്ടംതുള്ളൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇന്ത്യയിലെ മുഴുവൻ എഴുതാം, കേരളത്തിലെ മാത്രം എഴുതാം. കേരളത്തിലെ ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഫെസ്റ്റിവൽസോ അങ്ങനെയുള്ള അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ തോന്നുന്നു അതൊക്കെ എഴുതാം. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഇനഫ് പേപ്പർ ആൻഡ് പേജസ്. ആവശ്യത്തിന് പേപ്പറും പേജും ഉണ്ടെന്ന് നോക്കണം. ഞാൻ അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോ പേജിലും നമ്പർ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ വാങ്ങിച്ച റെക്കോർഡില് ഏകദേശം 120 പേജസ് ആണ് കേട്ടോ. ഒരു ഷീറ്റിന്റെ 2 സൈഡാണ് ഉദ്ദേശിച്ചത്. 120 പേജസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് കുറച്ച് പേജ് 10-12 പേജ് എങ്ങാണ്ടേ ബാക്കി വന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് ഇനഫ് പേപ്പർ. ആ രീതിയിൽ നോക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് റെക്കോർഡ് വാങ്ങിച്ചത് 2 സൈഡും പ്ലെയിൻ ആയിരുന്നു. ഇതുപോലെ 2 സൈഡും പ്ലെയിൻ ആയിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ് എന്തോ റെക്കോർഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു മുകളില് എക്സ്പെരിമെന്റ് നമ്പർ, പേജ് നമ്പർ എന്നൊക്കെ ഉണ്ട്. നമുക്ക് പേജ് നമ്പർ മാത്രം മതിയല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഡേറ്റ്, പേജ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു സി എന്നുള്ള ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മുഴുവനും പിക്ചേഴ്സ് ആണ് ഒട്ടിക്കുന്നത്. എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ റൈറ്റ് സൈഡ് മാത്രം ആദ്യം പിക്ചർ ഒട്ടിച്ചു. പിന്നെ ലെഫ്റ്റ് ഇങ്ങനെ കുറെ പേജസ് ബ്ലാങ്ക് ആയി കിടക്കും. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തായാലും ഒന്നും എഴുതാനില്ല, അപ്പൊ പിന്നെ റൈറ്റിൽ മാത്രം ഒട്ടിക്കണ്ടല്ലോ, ലെഫ്റ്റിനും കൂടെ ഒട്ടിച്ചേക്കാം എന്ന് കഴിഞ്ഞ് ലെഫ്റ്റിൽ ഒട്ടിച്ചപ്പോ കുറച്ചുകൂടെ എനിക്ക് നീറ്റ് ആയിട്ട് തോന്നി. മറ്റേത് ഒരു സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കുറെ കിടക്കും. അപ്പൊ ഞാൻ പിന്നെ 2 സൈഡിൽ ഒട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചങ്ങനെ കഴിഞ്ഞിട്ടാണ് 2 സൈഡിൽ ഒട്ടിക്കാൻ തുടങ്ങിയത്. എന്നിട്ടാണ് എനിക്ക് 12 പേജസ് ബാക്കി വന്നത്. എനിക്ക് തോന്നുന്നു 60, 80, 90, 100, 120 ഒക്കെ റേറ്റ് പറയുന്നുണ്ട് കുട്ടികൾ ഇങ്ങനെ റെക്കോർഡ് വാങ്ങാനായിട്ട് ചെന്നപ്പോഴേ. പിന്നെ ഈ പുറത്ത് ഗൾഫ് കൺട്രീസിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ റെക്കോർഡ് അവിടെ അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ പ്രത്യേക രീതിയിലുള്ള നോട്ട്ബുക്ക് അവർ എന്നെ ഫോട്ടോ എടുത്ത് എഴുതി കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു അത് മതിയാവുമോ എന്ന് ചോദിച്ചു. അതും ഓക്കെ, പ്രോബ്ലം ഇല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് ഇതിനകത്ത് ഇത് എങ്ങനെ എഴുതണം, എങ്ങനത്തെ റെക്കോർഡ് വേണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതേപോലത്തെ റെക്കോർഡ് തന്നെയാണ് നമുക്ക് 4ാമത്തെ റെക്കോർഡിലും വേണ്ടത്. കിഡ്സ് ആൻഡ് ആക്ടിവിറ്റി ബുക്കില്ലേ, അതിലും ഇതുപോലെ 2 സൈഡ് പ്ലെയിൻ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ 2ും 3ും 5ും ലാസ്റ്റ് നമ്മുടെ പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് ഉൾപ്പെടെ ആ 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ലൈൻ ഇട്ടതും ഒരു സൈഡ് ഇതുപോലെ ഒരു സൈഡ് റൂൾഡും മറ്റേ സൈഡ് പ്ലെയിനും ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ പിക്ചർ ഒട്ടിക്കാം. ആ ഒരു രീതിയിൽ വരും. അങ്ങനത്തെ റെക്കോർഡും അവൈലബിൾ ആയിരുന്നു എനിക്ക്. അപ്പൊ ചില കുട്ടികൾ പറയുന്നു അത് മാത്രമേ കാണുന്നുള്ളൂ, ചിലർ പറയുന്നു പ്ലെയിൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പ്ലെയിൻ മാത്രം കിട്ടിയ കുട്ടികൾ പറഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനത്തെ കേട്ടോ, ഒരു സൈഡ് വരയിട്ടതും ഒരു സൈഡ് പ്ലെയിൻ. ചില കുട്ടികൾക്ക് 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളത് മാത്രമേ ഷോപ്പിൽ കിട്ടുന്നുള്ളൂ. നമുക്ക് പക്ഷെ എനിക്ക് പൊതുവെ വരയിട്ടതിലൂടെ എഴുതാനാണ് ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. ആ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചൊരു വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വരയിട്ടതിലൂടെയാണ്. കുട്ടികൾ പറഞ്ഞൊരു ഐഡിയ ആണ് വരയിട്ട ഒരു ഷീറ്റ്, അതായത് റൂൾഡ് ഷീറ്റ് അടിയിൽ വെക്കുക, അത് നല്ലപോലെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളിലൂടെ അപ്പൊ നമുക്ക് അതിന്റെ പ്ലെയിൻ പേപ്പറിൽ ഇങ്ങനെ കാണാം താഴെ ഇങ്ങനെ വര ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് എഴുതുവാണെങ്കിൽ നീറ്റ് ആവും. നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. റെക്കോർഡ് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പൊ മൈ കളക്ഷൻ ബുക്ക്
ഫസ്റ്റ് വൺ പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകൾ നമുക്കറിയാം, കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോ സംസാരിക്കുമ്പോൾ ചില പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. പണ്ടത്തെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഇരുന്നിട്ട് പഴഞ്ചൊല്ലുകൾ പറയണേക്കാം ഓരോന്ന് പറയുമ്പോൾ രസമുണ്ടാവും കേൾക്കാനായിട്ട്. നമുക്കിവിടെ അറ്റ്ലീസ്റ്റ് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് എത്ര വേണമെങ്കിൽ എഴുതാം, ബട്ട് പേജിന്റെ കാര്യത്തിൽ ഒരു കാൽക്കുലേഷൻ വേണം. ആദ്യം തന്നെ പേജ് നമ്പർ ഒക്കെ ഇട്ട് വെക്കുക. എത്ര പേജ് വേണം എനിക്ക് എഴുതാൻ എന്നൊക്കെയുള്ള ഒരു ഐഡിയ വേണം. സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഒരു വലുപ്പം അവനവനാണല്ലോ അറിയുള്ളൂ. ഞങ്ങൾക്ക് 20 ഞാൻ 20 എണ്ണം എഴുതിയിട്ടുണ്ട് പ്രോവേർബ്സ്. എന്നോട് കുട്ടികൾ ചോദിച്ചു, പ്രോവേർബ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. വേണമെന്നില്ല, നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ. കാരണം ഈ ഒരു റെക്കോർഡ് നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളത് ആർക്കും കൊടുക്കില്ല, കുട്ടികൾക്ക് പോലും കളിക്കാൻ കൊടുക്കില്ല. നമ്മൾക്ക് റെഫറൻസ് ആണ്. ഈ പ്രോവർബിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർക്കൊരു മെസ്സേജ് കൊടുക്കാനോ അതിലൂടെ വല്ല ആക്ടിവിറ്റി ചെയ്യിക്കാനോ കഥ പറഞ്ഞു കൊടുക്കാനോ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നേരെ കൊണ്ടുപോയി കുട്ടികളുടെ കയ്യിൽ ഇത് കൊടുക്കരുത്. പിന്നെ പടം വരയ്ക്കുന്നതൊക്കെ നമുക്ക് ഇതിലല്ലേ, മൈ ബുക്കിലല്ലേ വരുന്നത്? മൈ കളക്ഷൻ പടം വരയ്ക്കാനല്ല പറഞ്ഞു, പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യണല്ലേ. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കണ പടം അത് അങ്ങനെ വേണ്ട അല്ലേ? അങ്ങനെ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വരയ്ക്കാം, പക്ഷെ കുറെ വരയ്ക്കണ്ടേ. പടം വരയ്ക്കണം. ഏതിലാന്നറിയോ? രണ്ടാമത്തെയും പടം വരയ്ക്കല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും ബുക്കിലെ റൈം സ്റ്റോറി. നമ്മളൊരു റൈം എഴുതിയിരിക്കുന്നത് ആൽഫബറ്റിക്കൽ സോങ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പിക്ചർ ഒട്ടിക്കണം. അപ്പൊ ഒരു ക്ലാസ് റൂം, അവിടെ ടീച്ചറും കുട്ടികളും. അതൊക്കെ പിക്ചർ കിട്ടുവാണെങ്കിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക്. വിഷ്വൽ ഇമ്പാക്ട് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ചെറുപ്രായത്തിൽ കൂടുതൽ വരിക. അപ്പൊ നമ്മൾ ശരിക്കും ഇംഗ്ലീഷിലല്ലേ എഴുതണ്ടേ? എല്ലാം ഇംഗ്ലീഷിലാ, ഒന്നും മലയാളത്തിലില്ല. നമ്മളുടെ മീഡിയം ഇംഗ്ലീഷാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതും നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം മാക്സ്. കാരണം നമ്മളെ ചെല്ലുന്നത് 4 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടികളെ നോക്കാനാണ് ചെല്ലുന്നത് അല്ലെ. അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ വരുന്ന പ്രായമാണ്. നമ്മൾ നല്ലപോലെ ലാംഗ്വേജ് അവർക്ക് കൊടുത്താലല്ലേ അവരുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആവുള്ളൂ. അതിന് നമ്മൾ നല്ലപോലെ ഗ്രൂം ചെയ്യണം, നമ്മൾ നല്ലപോലെ ലാംഗ്വേജ് നമ്മുടെ ശരിയാക്കണം. അതിനൊക്കെ 1 ഇയർ യൂസ് ചെയ്യും. മലയാളം അതും മലയാളം നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ കൊളോക്കിയലി സംസാരിക്കുക. നമുക്ക് വീട്ടില് ഫ്രണ്ട്സിനോട് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉണ്ട്. ബട്ട് വൺസ് നമ്മളൊരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ മലയാളവും നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു ക്ലാരിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇംഗ്ലീഷ് സിമ്പിൾ ഇംഗ്ലീഷ് മതി. കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ എന്തിനാ ഭയങ്കര ഷേക്സ്പിയർ ഇംഗ്ലീഷ്, വൊക്കാബുലറി ഒക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നത്? സിമ്പിൾ ഇംഗ്ലീഷ്. വീട്ടിൽ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ സ്കൂളിൽ പോകുന്നത്, അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. അത് കളിയാക്കോ ഇല്ല നമ്മളെ. അവര് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ, മിക്ക കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരോട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അവരും ഇമ്പ്രൂവ് ആവും, നമ്മളും. 10 വയസ്സിന് മോൾ വലിയ കുട്ടികൾ എല്ലാരും ചിലപ്പോൾ അത് നമ്മളെ കളിയാക്കാൻ അല്ലെങ്കിൽ അവർക്ക് സമയമില്ല ആ ഒരു രീതി. പക്ഷെ കുഞ്ഞുങ്ങളോട് സംസാരിക്കും. ഞാനായിരുന്ന സമയത്ത് എന്റെ മോള് ആ സമയത്ത് ചെറുതായിരുന്നേ. മലയാളത്തിൽ ഇംഗ്ലീഷിൽ ആക്കിയിട്ട് എഴുതാം, അങ്ങനെ പറ്റൂല? അങ്ങനെ പറ്റും. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ അത് കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന ആരാ? നമുക്ക് ഉള്ള എല്ലാ ഇംഗ്ലീഷ് ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പം മിസ് നല്ലപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിലും അതിനനുസരിച്ച് നിങ്ങൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, പ്രോവർബ് അങ്ങനെ എഴുതാൻ പറ്റൂലേ? മലയാളം പ്രോവർബുകളില്ലേ, അത് ഇംഗ്ലീഷിലേക്ക് അങ്ങനെ എഴുതല്ലേ? അങ്ങനെ എഴുതാൻ പറ്റൂലേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോവർബ്സ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാൻ എഴുതിയിരിക്കുന്ന ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? കേട്ടിട്ടുണ്ട് മാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സ്കൂൾ ബോർഡ്സിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ദിവസം ഒരാൾ സ്കൂൾ ബോർഡില് ഓരോ പ്രോവർബ്സ് എഴുതും.
അപ്പൊ അത് ദിവസം ഒരാൾ എഴുതി കൊണ്ടുപോയിരുന്നു. ശ്രുതി എവിടെയെങ്കിലും വർക്ക് ചെയ്യണ്ടോ? ഇല്ല മാം, ഞാൻ വീട്ടിൽ തന്നെയാ. അല്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത്. അങ്ങനെ കുട്ടികളുടെ ഞാൻ സ്കൂളിൽ പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാടാണ്. അവിടെ ഒന്ന് നിർബന്ധമാണ് പഠിച്ച സ്കൂളില് ഡെയിലി 10th സ്റ്റാൻഡേർഡ് വരെയും ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്. പക്ഷെ നിർബന്ധമാണ് ഒരു കുട്ടി ദിവസം അത് എഴുതി നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ അവിടെ എഴുതണം. ശരി. അല്ലാണ്ട് വേറെ ആരെങ്കിലും എഴുതാൻ പറ്റില്ല. അന്നത്തെ ദിവസം ആരണോ അവരെ ഡേ ബോർഡിൽ അന്നത്തെ നമ്മൾ എഴുതണം. അങ്ങനെ കേറണ്ടായിരുന്നു. ഓക്കെ മാം, അതുപോലെ ഇപ്പൊ ഈ കളക്ഷൻ ബുക്കിലെ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യം പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കായിരിക്കുമല്ലോ ഏറ്റവും എളുപ്പം. അപ്പൊ അത് ആദ്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് റൈറ്റിംഗ്സിൽ ഇങ്ങനെ കടന്നാൽ മതി. അങ്ങനെ കുഴപ്പമുണ്ടോ? അത് മതി. ഓർഡർ കീപ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ടീം ഉണ്ടാകണം. എക്സ്ട്രാ ആഡ് ചെയ്യാം ഓർഡറിന്റെ കാര്യത്തിൽ. അതെല്ലാ റെക്കോർഡിലും ഓർഡർ കീപ്പ് ചെയ്യണമെന്നില്ല. അപ്പാരറ്റസ് റെക്കോർഡ് നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടിക്കൽ, ഉവ്വ് മാം. അതിൽ നമ്മളൊരു ഓർഡർ നോക്കേണ്ടി വരും. കാരണം അത് വേറെ ഒന്നുമല്ല, 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഓരോ ഏരിയയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കണ്ടന്റ്സ് ആണ്. ഇവിടെ ഈ ബുക്കും അതിന് തൊട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഇപ്പോ സ്റ്റോറി റൈം ഞാൻ പറഞ്ഞു, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണെന്ന്. അതിന് ഓരോ തീം പറയും. ചിലപ്പം ആൽഫബറ്റിക്കൽ സോങ്ങും നമ്പർ സോങ്ങും തന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഓർഡർ ചിലപ്പോൾ ആൽഫബറ്റിക്കൽ സോങ് ആദ്യം, നമ്പർ സോങ് രണ്ടാമതായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസിൽ കിടക്കുന്നത്. പക്ഷെ നമ്പർ സോങ്ങിനുള്ള ഒരു ത്രെഡ് കിട്ടി, അതിനെ പറ്റിയ ഒരു നല്ല റൈം കിട്ടി. സോ അത് എഴുതി വെക്കുക ആദ്യം. ഓർഡർ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ പ്രെയർ 2 എഴുതണം എന്ന് നിർബന്ധമുണ്ട് എല്ലാവരും. അതിൽ ആ ഒരു പ്രെയർ ആയിരിക്കണം നമ്മൾ ക്ലാസ് റൂമിൽ ചൊല്ലേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും നോക്കണ്ട, നമുക്ക് ദിവസം ഉണ്ടല്ലോ. കുട്ടികൾക്ക് പ്രെയർ ചെയ്യാം, നിങ്ങൾക്ക് പ്രെയർ ചെയ്യാം, നമ്മുടെ ലാംഗ്വേജ് ചെയ്യാം, ഹിന്ദിയോ മലയാളമോ ഇംഗ്ലീഷോ സംസ്കൃതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ പ്രെയർ ഉണ്ടെങ്കിൽ പ്രെയർ ചെയ്യും. പ്രെയറിന് ഒരു ലാംഗ്വേജ് ഇല്ല, ഒരു മതമില്ല എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ആ ഓർഡറിനെ പറ്റി ബോധർ ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് ആ ഓർഡറിൽ കാര്യം ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ പ്രോവേർബ്സ് ഒക്കെ അല്ലേ, എ സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9, ലേൺ ടു വാക്ക് ബിഫോർ യു റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മണി ഡസൻ ഗ്രോ ഓൺ ട്രീസ്, നസീമ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, പണം മരത്തിൽ കായ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതില് ഞാൻ എഴുതിയത് മണി ഡസൻ ഗ്രോ ഓൺ ട്രീസ്. ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് നമ്മളുടെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബിയും സിയും ആണ് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത്. എല്ലാവരും ഡൗട്ട് ചെയ്യുന്ന ഒരു കാര്യമാട്ടോ ബിയും സിയും. പിന്നെ എന്നോട് ചോദിച്ചു പ്രോവർബിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യണോന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എക്സ്പ്ലെയിൻ ചെയ്തു എഴുതാം, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അത് എഴുതാം. നല്ലൊരു കാര്യമായിരുന്നു ആണ്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും കുട്ടികളോട് പറയുമ്പോൾ. നമുക്ക് അതിന്റെ ഒരു സ്റ്റോറി അത് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, റിഡിൽസ് ആൻഡ് പസിൽസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പലപ്പോഴും പലർക്കും മനസ്സിലാകാറില്ല. അപ്പൊ ഞാനത് മലയാളത്തിൽ നമുക്ക് കടങ്കഥകൾ ഉണ്ടല്ലേ, കുസൃതി ചോദ്യങ്ങളും കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളും, ട്രിക്കി ക്വസ്റ്റ്യൻസ് പസിൽസിൽ വരും. ഈ കടങ്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമ്മൾ കുറേ ഇരുന്ന് ആലോചിക്കും. നമുക്ക് അതിന്റെ ആൻസർ എന്ത് ചെയ്താലും കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതായിരുന്നു എന്നൊരു ചോദ്യം വരില്ലേ കടങ്കഥ കേൾക്കുമ്പോ? അങ്ങനത്തെ ചോദ്യങ്ങളില്ലേ? ഇപ്പൊ ഒട്ടും നമുക്ക് കുഞ്ഞു കുട്ടികളാന്ന് വിചാരിക്കുക, നമ്മൾക്ക് അറിയില്ല കടങ്കഥകളൊന്നും. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, നമുക്ക് ചെറുപ്പം തുടങ്ങിയ കേട്ടുകൊണ്ട് നമുക്ക് ആൻസർ അറിയാം. പക്ഷെ ആ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടു, ആദ്യമായിട്ട് കേൾക്കുമ്പോ മുറ്റത്ത് ചെപ്പോ അങ്ങനെയൊക്കെ നമ്മൾ ഇരുന്ന് ആലോചിക്കും. അതാണ് കടങ്കഥ വരുന്നത്. നമ്മളിങ്ങനെ കുറെ ചിന്തിപ്പിച്ചിട്ടും ആൻസറിലേക്ക് എത്തില്ല. അപ്പൊ അങ്ങനെ ആൻസർ പറഞ്ഞു കഴിയുമ്പോ ഇതായിരുന്നു അങ്ങനെ. വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 ഹാൻഡ്സ് ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്. അതാണ് ഞാൻ ഫസ്റ്റ് എഴുതിയ റിഡിൽ. ഇത് ഫേസ് ഉണ്ട്, 2 കൈയുണ്ട്, പക്ഷെ ഈ ആമിന്റെ ഭാഗമില്ല, അതുപോലെ തന്നെ കാലും ഇല്ല. എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ അങ്ങനെ ഒരു ജീവിയെ കുറെ ഇരുന്ന് ആലോചിക്കും. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 ജീവിയാണോ? അത് ക്ലൂ ആയി പോകൂലേ, ജീവിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ. ക്ലോക്ക്. What has to broken before you can use it? Egg. What has a neck but no head?
അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ആൻസർ പറയുമ്പോ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. ബോട്ടിൽ ഞാൻ എഴുതിയ ആൻസർ ആണേ. What belongs to you but is used more by others? Name. Name. അപ്പൊ നമ്മൾ എഴുതുന്നത് പസിൽസ് എന്ന് പറയുമ്പോൾ കുസൃതി ചോദ്യങ്ങൾ, ട്രിക്കി ക്വസ്റ്റ്യൻസ്, റിഡിൽസ്, കടങ്കഥകൾ അങ്ങനെ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതല്ല. കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് ചിന്തിച്ചാൽ ആൻസർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അവരോട് അത് പ്രസന്റ് ചെയ്യാൻ. ആ രീതിയിലുള്ള റിഡിൽസ് ആൻഡ് പസിൽസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. ക്ലാസ്സിലെ ആക്ടിവിറ്റി ടൈമിലൊക്കെ നമ്മൾ പല പല ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിനൊപ്പം ഇത് കൊടുക്കും. ക്ലോക്കിനെ പറ്റി നമുക്ക് ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഒരു റിഡിൽ കൊടുത്തിട്ട് ക്ലോക്ക് റിലേറ്റഡ് കഥയുണ്ടോ, അല്ലെങ്കിൽ ക്ലോക്ക് എവിടെ ഉണ്ടാക്കി, അങ്ങനെയുള്ള പല കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ പസിൽസിന്റെ കേസ് വന്നപ്പോ കുറേ സംശയങ്ങൾ കുട്ടികൾ പറഞ്ഞത്, പല ടൈപ്പ് പസിൽസ് ഉണ്ടല്ലേ. പിക്ചർ കാണിച്ചിട്ടുള്ള പിക്ചർ പസിൽസ് ഉണ്ട്, വേർഡ് പസിൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പസിൽസ് ഉണ്ട്. അതൊക്കെ എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെല്ലാം എഴുതാം, പക്ഷെ സെയിം സംഭവം തന്നെ നമ്മുടെ 4ാമത്തെ റെക്കോർഡ് ബുക്ക് ഉണ്ടല്ലോ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അതിലും കുറേ പസിൽസ് നമുക്ക് എഴുതാനുണ്ട്. രണ്ടും ഒന്ന് തന്നെയാവരുത്, ഡിഫറെന്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ വേർഡ്, സെന്റൻസ്, ആ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന പസിൽസ് മാത്രമാണ് ഈ കളക്ഷൻ ബുക്ക് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റേ പിക്ചർ പസിൽസ്, ക്രോസ് വേർഡ് പസിൽ അങ്ങനെയുള്ളതെല്ലാമാണ് ഞാൻ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ ചെയ്തത്. നിങ്ങൾക്ക് പസിൽസിന് എന്തോ ഉപയോഗിക്കാം, രണ്ടിലും ഒന്ന് തന്നെ ആയി വരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ പസിൽസ് വരുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് പസിൽസ് ഒക്കെ ഉണ്ടല്ലോ. ഒരാളുടെ എന്താണ്, ഷ്യാമിന്റെ അച്ഛന്റെ മകന്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത് മാത്രം. ഞാൻ എഴുതിയേക്കുന്നത് പറയാം. ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി. ഹൗ ഈസ് ദിസ് പോസിബിൾ? അത് 2 ഗോപാൽ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. രണ്ടുപേരും ബാക്ക് എങ്ങനെ തിരിഞ്ഞു നിൽക്കും. ബോത്ത് ആർ സ്റ്റാൻഡിങ് വിത്ത് ദർ ബാക്സ് ടുവേഴ്സ് ഈച്ച് അതർ. ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ നിന്നൊക്കെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് നിർത്തിയൊക്കെ നോക്കിക്കാം. ആൻസർ കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് നിന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു കളി പോലെ, ഒരു ഗെയിം പോലെയൊക്കെ ആവുമല്ലോ. ഓക്കെ. പിന്നെ വേർഡ് പവർ ഇംപ്രൂവ് ചെയ്യാനുള്ള പസിൽസ് നമുക്ക് ചെയ്യിക്കാം. അതായത് ഇഫ് യു റിമൂവ് എ ലെറ്റർ ഫ്രം ദി വേർഡ് ട്രാപ്പ്, TRAP, ട്രാപ്പ്, യു ഗെറ്റ് ദ നെയിം ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം വിച്ച് യു കളക്ട് വാട്ടർ. അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പല പല വേർഡ്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ട്രാപ്പ്, അതിൽ നിന്ന് ഏത് ലെറ്റർ മാറ്റിയാലാണ് നമുക്ക് വാട്ടർ കളക്ട് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റ് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ആലോചിക്കും. അവരെഴുതി നോക്കും, ചെയ്ത് നോക്കും. ബോർഡിൽ വന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള പിള്ളേർ ബോർഡിൽ പോയി ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കൊരു ഗെയിം ആയിട്ടൊക്കെ ചെയ്യിക്കാം. ടാപ്പ് ആൻസർ. പിന്നെ നമ്മൾ ഡേയ്സ് ഒക്കെ പഠിപ്പിക്കുമല്ലോ കുട്ടികളെ, ചെറിയ ക്ലാസ്സിലെ ഡേയ്സ് പഠിപ്പിക്കും. ക്യാൻ യു നെയിം 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ് without using the words Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday? അവർക്കറിയാവുന്ന 7 days അതാ. ഇതല്ലാതെ 3 days പറയാമോ എന്ന് ചോദിക്കും. Can you name 3 consecutive days without using these 7 days? ഏതായിരിക്കും? Holiday. Very good. എന്തോ ഡിഫറെന്റ് ആൻസേഴ്സ്, ഞാൻ ചിന്തിക്കാതിരുന്ന ആൻസേഴ്സ്. അതൊക്കെ പറയാട്ടോ. കുട്ടികൾ ചിലപ്പോ അതൊക്കെ പറയുമ്പോ അവർ ഭയങ്കര ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഉള്ളതല്ലേ. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതും കറക്റ്റ് ഇല്ല, അത് തെറ്റാന്ന് പറയാൻ പറ്റും. ഞങ്ങള് കുറച്ച് ഫാസ്റ്റ് ആയി. അതെ അതെ. അപ്പം നല്ല ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഉള്ളത്. റെക്കോർഡ് എഴുതുന്നതിന് മുമ്പേ ഇത്രയുണ്ട്. അപ്പൊ റെക്കോർഡൊക്കെ എഴുതുമ്പോ എന്താവും, ഒത്തിരി പേര് ഈ സ്റ്റോറി റൈം പറഞ്ഞപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നേ ക്ലാസ്സില്, വേറൊരു ബാച്ചിലെ.
ആള് ബിടെക് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതിന്റെ സങ്കടവും വിഷമവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു പാതി വഴി എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ ആയപ്പോ ഫൈനൽ എക്സാം എഴുതിയില്ല, കല്യാണം കഴിച്ചു. അതിന്റെ സങ്കടത്തിലും നല്ല ലാംഗ്വേജ് ഒക്കെയാ, ഇംഗ്ലീഷൊക്കെ നല്ല ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോഴ്സിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റെക്കോർഡ് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, ഞാനിത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചിരിച്ചു. ഒക്കെ പുള്ളിക്കാരി ടീച്ചിങ് പ്രാക്ടീസിന് പോയി ആലുവയിൽ ഒരു സ്കൂളില്. നല്ലൊരു സ്കൂളാണത്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ള ഒരു സ്കൂൾ. എനിക്ക് തോന്നുന്നു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മാനേജ്മെന്റ് ആ കുട്ടിയോട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ ഒരു ഓഫർ ലെറ്റർ കൊടുത്തു. ദിവസം ഒക്ടോബറിലേ കഴിയുള്ളൂ. അതിന് മുമ്പ് തന്നെ ആൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യാണ്, അവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ വെക്കേഷൻ ടൈം ആകുമ്പോഴേക്കും ഈ സ്റ്റാഫിന് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവും, ഗ്രൂമിങ് സെഷൻസ്. അപ്പൊ അങ്ങനെ ഓറിയന്റേഷന് വേണ്ടിയിട്ട് ഒരു മാഡം പുറത്തുനിന്ന് വന്നു. അപ്പൊ എന്നോട് പറയാ പിന്നത്തെ ക്ലാസ്സിൽ വന്നിട്ട് മിസ് അന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വന്ന് അത് നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഐഡിയാസ് വരും, നമ്മൾ തന്നെ എഴുതും എന്നൊക്കെ പറഞ്ഞു. ഇല്ല മിസ്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് പോകും. എന്നോട് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയാം അവിടെ ഇങ്ങനെ ആ മാം ഒരു ടോപ്പിക് തന്നു, വിത്തിൻ ടൈമാണ് ഇവര് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തതെന്ന്. പിന്നെ പപ്പറ്റ് ഷോ നടത്തി, അങ്ങനെ പലതും സ്റ്റോറീസ് കുറെ ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. അപ്പം ഭയങ്കര സന്തോഷം, ചിരിക്കുന്നു ആള്. ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തില്ല, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ എന്താണ് മൈ കളക്ഷൻ ബുക്കിൽ വരുന്നതെന്നുള്ളത്. അപ്പൊ ഞാനിത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, ഇത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ റിഡിൽസും പസിൽസും അത് ആ ഒരു കൺഫ്യൂഷൻസ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതുക. ഒന്നും കടങ്കഥ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ആൻസറുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും തോന്നൂല. ആൻസർ കേട്ട് കഴിയുമ്പോൾ ഓ ഇതായിരുന്നു അങ്ങനെ തോന്നും. മറ്റേത് നമ്മൾ ഇച്ചിരി ഒന്ന് ട്രിക്കി ക്വസ്റ്റ്യൻസ്, പസിൽസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. സൈൻ ഔട്ട് ഉണ്ടോ? മാം സൈൻ ഔട്ട് ഇല്ല, പക്ഷെ ഞാൻ 2 വാക്ക് പറയാം. ഇന്ന് എന്തായാലും സൈൻ ഔട്ടില് നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ജിഷ ടീച്ചറെ കുറിച്ച് തന്നെ പറയാം അല്ലേ. അപ്പോൾ ടീച്ചർ ഓരോ ക്ലാസ്സിന് വേണ്ടിയും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഒരു വീക്ക് ടീച്ചറെ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ സ്മാർട്ട് ശ്രീയുടെ മൊത്തം ക്ലാസ്സിനോടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല എന്നതാണ് കേട്ടോ സത്യം. ടീച്ചർ ഓരോ വാക്കിലും, ടീച്ചർ ഓരോ ക്ലാസ്സിലും ഉള്ളിലുള്ള സ്നേഹം ടീച്ചർ ഫേസിൽ അങ്ങനെ തന്നെ കാണാറുണ്ട്. മറ്റ് പല ടീച്ചേഴ്സും സമയത്തിന് മുൻപേ സൈൻ ഔട്ട് പറയാറുണ്ട്, അത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്, അതിൽ എനിക്കൊരു വിഷമവും ഉണ്ട്. പക്ഷെ നമ്മുടെ ജിഷ് ടീച്ചർ എപ്പോഴും പോർഷൻ ടീച്ചർ എത്രയാണോ എടുക്കേണ്ടത് അത് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളോട് ബൈ പറയാറുള്ളൂ. നമ്മുടെ ചിത്ര ചേച്ചിയുടെയും സീത ഡോക്ടറുടെയും ഒക്കെ ഫേസ് കട്ടുള്ള ടീച്ചറാണ്. ഇങ്ങനെ ഒരു ടീച്ചറെ നമുക്ക് റോൾ മോഡലാക്കി കിട്ടിയതിൽ ഞങ്ങൾ എല്ലാവരും ഒത്തിരി ലക്കിയാണ്. പിന്നെ ഇങ്ങനെ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുത്ത് ടീച്ചർ ഒത്തിരി പേരുടെ വഴികാട്ടിയായി ഇങ്ങനെ ഒത്തിരി കാലം ജീവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു. മീൻസ് എ ലോട്ട് ഫോർ മീ. ആൻഡ് എന്റെ കമ്മിറ്റ്മെന്റ് അപ്പൊ കൂടിയല്ലേ? സത്യമാണ് മാം, ഞാൻ പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്. ടീച്ചറുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ടീച്ചറുടെ ക്ലാസ് മാത്രമാണ് ഇഷ്ടമുള്ളത്. അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ മൈൻഡിലുള്ളത് അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ എന്റെ വീട്ടിലായിരുന്നാണല്ലോ ക്ലാസ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് പ്രോബ്ലം ഇല്ല. പിന്നെ നെക്സ്റ്റ് ക്ലാസ് ഉടനെ വരുമ്പോഴാണ് ഞാൻ ചിലപ്പോ 1:30 ക്ലാസ് ഉണ്ടെങ്കിലാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. മറ്റേത് ഇനിയിപ്പോ എനിക്ക് 2:30 ക്ലാസ് ഉള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നല്ലേ ക്ലാസ് എടുക്കുന്നത്. ഒരു ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ക്ലാസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ കംഫർട്ടാണ്. ഞാൻ മാത്രമാണ് വീട്ടിലിരുന്ന് എടുക്കുന്ന ഒരാള്, ബാക്കി എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നെടുക്കുന്ന ഒരാള്. എനിവേ നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യണം. സോ പ്ലീസ്. ആൻഡ് വൺ മോർ തിങ് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് അതൊരു എല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യണം. കാരണം നിങ്ങളുടെ അടുത്ത ബാച്ചില് ഒരു നോൺ മലയാളി പഠിക്കുന്നുണ്ട്. കിം എന്നാണ് പേര് കിമ്മൊന്നും അല്ല കേട്ടോ, കുറെ നീളൻ പേര്. അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയ പോർഷനാണ് ആ കുട്ടി പേരായിട്ട് പറയണത്. കിം മണിപ്പൂരിയാണ്. കിമ്മിന്റെ പ്രശ്നമല്ല, കിമ്മിന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ കിമ്മിന് മലയാളം അറിയില്ല, ഒട്ടും അറിയില്ല. നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം, നമ്മൾ മലയാളം അറിയാത്തവരെ മലയാളം പഠിപ്പിക്കുന്ന. പക്ഷെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ വന്ന കുട്ടിയെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് ത്രൂ ഇംഗ്ലീഷ് മീഡിയം ആണ് പോകേണ്ടത്. പക്ഷെ നമുക്കറിയാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ലാസ് ഇല്ല, ബുദ്ധിമുട്ടായി പോകും. ചില സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറെ നാൾ മിക്സഡ് ലാംഗ്വേജ്, കുറെ നാളല്ല കുറച്ച് ദിവസങ്ങൾ മിക്സഡ് ലാംഗ്വേജിൽ ഇങ്ങനെ പറഞ്ഞ് നമുക്കത് മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാക്കും. അപ്പൊ കിം ഇപ്പൊ ക്ലാസ്സിന് പുറത്ത് നിൽക്കുക, കാരണം ക്ലാസ്സിൽ കയറുമ്പോൾ കിമ്മിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ കിമ്മിന് എന്റെ നമ്പറാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുത്തത്. അപ്പൊ ഞാനിങ്ങനെ കിമ്മിനോട് സംസാരിച്ചപ്പോ കിം ഹോളി ഗ്രേസ് മാളയിൽ ഒരു സ്കൂളുണ്ട്, അവിടെ മിക്ക ട്യൂട്ടേഴ്സും
ഫോറിനേഴ്സ് ഉണ്ട്, ഗോവൻസ് ഉണ്ട്. കാരണം അവിടെ അവർ ലാംഗ്വേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്റെ അപ്പോൾ മോള് ആ സ്കൂളിലാണ് മാം പഠിക്കുന്നത്. ആണോ? യെസ്, അതെ. അവിടെയാണ് കിം അവിടെ എന്തായിട്ടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ കിം അവിടെയാണ്. അപ്പൊ കിമ്മിന് എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഏതോ ഒരു ബാച്ചിലെ ട്രെയിനി അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഈ അവിടുത്തെ ഒരു സ്റ്റാഫ് കിമ്മിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് കിം ജോയിൻ ആവുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് കിമ്മിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു ഓപ്ഷൻ. കാരണം കിമ്മിനെ റീഫണ്ട് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പറ്റില്ലല്ലോ എന്നൊക്കെ മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു നമ്മൾ ഒത്തിരി കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജിന്റെ പ്രോബ്ലം കൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ തിരിച്ച് ഫീസ് കൊടുത്ത് റീഫണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോ അപ്പം എന്നോട് പേഴ്സണലി ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു വഴിയിൽ കിമ്മിനെ, അപ്പൊ ഞാനൊരു ബാച്ചിൽ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങളുടെ അന്വേഷണം കിമ്മിനോട് പറയണോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആക്ച്വലി നമ്മൾ സ്റ്റാഫിന്റെ നമ്പർ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിരുന്നതാണ്. പക്ഷെ എന്റെ അടുത്ത് പലരും പേഴ്സണലി ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കണമല്ലോ, കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചതുകൊണ്ടാണ് നമ്പർ പ്രൊവൈഡ് ചെയ്തത്. വേറെ ഒന്നുമല്ല, ടീച്ചേഴ്സിന് ഒരു പേഴ്സണൽ ടൈം ഉണ്ടല്ലോ. കുറെ കുട്ടികൾ, സ്റ്റുഡൻസ് കുറെ പേര് ഇങ്ങനെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പലപ്പോഴും കോൾ എടുക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ മെസ്സേജ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ പറയുന്ന പോലെ മെസ്സേജ് അയക്കുക. അപ്പൊ അങ്ങനെ കിം എന്നെ ത്രൂ മെസ്സേജിലാണ് കോൺടാക്ട് ചെയ്യുന്നത്. അസൈൻമെന്റിന്റെ മെസ്സേജുകൾ മലയാളത്തിലാണല്ലോ ഇതിലേക്ക് പോണത്. അപ്പൊ കിം അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ കിം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കിമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് കോള് വരിക. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് ബാച്ചസിന് വൈവയാ. അപ്പൊ എല്ലാവർക്കും ടെൻഷനാണ്. ടെൻഷൻ വരുമ്പോ ഇവര് എന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. പക്ഷെ മെസ്സേജിന് ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. കോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെയും പല ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട് സ്കൂളുകളിൽ. ചിലപ്പോൾ ക്ലാസ് ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കൂളുകളിൽ ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാത്തത്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അഥവാ ഞാൻ എന്തെങ്കിലും ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കുവാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. ഞാനത് ഓർത്ത് വേഗം പോസ്റ്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. കുട്ടികളൊക്കെ ഉണ്ട്, വെക്കേഷൻ ആണ്, കുട്ടികളെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ. Thank you, ma'am.